ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ കുറെ മാനുകൾ പോയി. ആദം നബിയുടെ ബർക്കത്തെടുക്കാനാ പോയത്. ആ മാനുകൾ ചെന്നപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മാനുകളുടെ ഒക്കെ മുതുകിലൊന്ന് തടകിയിട്ട്, നമ്മൾ സാധാരണ പറയല്ലോ പൊരുത്തം കൊടുക്കുക എന്ന് പറയലുണ്ടല്ലോ, ബർക്കത്തിന് വേണ്ടി തടകി കൊടുത്തു. ആ മാനുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വില പിടിച്ച കസ്തൂരി എന്ന് പറയുന്ന വസ്തു അതിന്റെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. കസ്തൂരി, സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് കോടിക്കണക്കിന് റുപ്യയുടെ കസ്തൂരി പിടിച്ചതായി പത്രത്തിൽ വായിച്ചു. എല്ലാ പിടുത്തവും കേൾക്കുമ്പോ പലപ്പോഴും പേര് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നല. എന്താണ് സുബ്ഹാനല്ലാഹ്, ദുനിയാവുണ്ടാക്കാൻ എന്തെല്ലാം ഹലാലായ വഴികളുണ്ട്, നിയമപരമായ വഴികളുണ്ട്. അതിലൂടെ ഉണ്ടാക്കിയിട്ടൊക്കെ കിട്ടുന്നൊക്കെ മതി എന്ന് വിചാരിച്ചാൽ എന്ത് സുഖത്തിൽ ജീവിക്കുക, എത്ര സമാധാനത്തിൽ ജീവിക്കുക. കുടുംബത്തിന് സമാധാനം ഉണ്ടാകും, നാട്ടുകാർക്ക് സമാധാനം ഉണ്ടാവും, സമുദായത്തിന് സമാധാനം ഉണ്ടാകും, എല്ലാവർക്കും സമാധാനം ഉണ്ടാവും. ഒരു കുടുംബത്തിലാരെങ്കിലും ഒരാൾ ഒരു നിയമപരമായി തെറ്റായ കാര്യം ചെയ്താൽ അതിന്റെ പേരിൽ ആ കുടുംബം മുഴുവനും ടെൻഷൻ അടിക്കേണ്ടി വരും, സമൂഹം മുഴുവനും ടെൻഷൻ അടിക്കേണ്ടി വരും. ഒരു മൂല്യാർ എന്തെങ്കിലും ഒരു മോശമായ കാര്യം ചെയ്താൽ പണ്ഡിതന്മാർക്ക് മുഴുവനും അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ടി വരും. അതിന്റെ ദോഷം ഒരു വ്യക്തിക്ക് മാത്രമല്ലല്ലോ, ദുനിയാവിലും വരുന്നത് എല്ലാവർക്കും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് കസ്തൂരി കിട്ടി ആ മാനിന്. കാരണം ആ മാന് ആദം നബി അലൈഹി ഇസ്ലാം നബിയാണ്, ബറക്കത്തിന് വേണ്ടി കാണാൻ പോയതാണ്. അത് വന്നു, കാട്ടിലേക്ക് വന്ന മാനുകളിൽ ചില മാനുകൾക്ക് നല്ല കസ്തൂരി, വലിയ സുഗന്ധമുള്ള കസ്തൂരി. അപ്പൊ മറ്റുള്ള മാനുകളും തീരുമാനിച്ചു നമ്മക്കും പോകണം ആദം നബിനെ കാണാൻ. അതെന്താണ്, കസ്തൂരി കിട്ടുമല്ലോ. അപ്പൊ ബാക്കിയുള്ള മാനുകളും ആദം നബി അലൈഹി ഇസ്ലാമിനെ കാണാൻ പോയി. പണി രണ്ടും ഒന്ന് തന്നെയാണ്. ആദം നബി അലൈഹി ഇസ്ലാം ഒരു വിവേചനവും നടത്തിയിട്ടില്ല. ആ മാനുകളുടെ മുതുകിലും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തടകിയിട്ട് ബർക്കത്ത് കൊടുക്കാൻ വേണ്ടി തടകി. പക്ഷേ ആ മാനുകൾക്ക് ഇന്ന് വരെയും കസ്തൂരി കിട്ടിയിട്ടില്ല. കാരണം ആ മാനുകൾ പോയത് കസ്തൂരി കിട്ടാനാണ്, ആദം നബിയുടെ ബറക്കത്തെടുക്കാനല്ല. നമ്മൾ ഏത് മഹാന്മാരെ സമീപിക്കുമ്പോഴും ആ മഹാന്മാരെ ബറക്കത്ത് ഉദ്ദേശിച്ചാണ് പോകേണ്ടത്. ഔലിയാക്കളെ മക്ബറകളിലേക്ക് പോകുമ്പോ, അമ്പിയാക്കളുടെ മക്ബറകളിലേക്ക് പോകുമ്പോ, പള്ളിയിലേക്ക് പോകുമ്പോ, അതുപോലെ സാലിഹീങ്ങളെ സന്ദർശിക്കുമ്പോ അവിടെയെല്ലാം ബറക്കത്ത് ഉദ്ദേശിച്ചാണ് പോകേണ്ടത്. ഒരു ഫോട്ടോ എടുക്കണം എന്നുദ്ദേശിച്ചുകൊണ്ടല്ല, ആ ഫോട്ടോ എനിക്ക് വാട്സപ്പിൽ ഇടണമെന്നുദ്ദേശിച്ചുകൊണ്ടല്ല. ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് കഅബ ശരീഫ് തവാഫ് ചെയ്യുന്ന സമയത്ത് പോലും മനസ്സിന്റെ ഉള്ളിൽ ഈ കഅബയുടെ ബറക്കത്ത് കൊണ്ട് ഞാനൊന്ന് രക്ഷപ്പെടണമെന്ന ചിന്തക്ക് പകരം എൻ്റെ ഫോട്ടോ ശരിക്ക് പതിയുന്നുണ്ടോ, എൻ്റെ തവാഫും മറ്റുമൊക്കെ ഫോട്ടോവിൽ ശരിക്ക് കിട്ടുന്നുണ്ടോ, ഇതെനിക്ക് അയച്ചു കൊടുക്കണമല്ലോ എന്ന ചിന്തയാണ് പലരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത്. വല്ലാത്ത സങ്കടം തന്നെ. ത്തിലേക്കാണല്ലോ അല്ലാഹുവിന്റെ നോട്ടം. എവിടെയും അല്ലാഹുവിന്റെ നോട്ടം മനുഷ്യന്റെ മനസ്സിലേക്കാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. ഓരോരുത്തർക്കും അവരവരുടെ നിയ്യത്തനുസരിച്ചാണ് ഏത് കാര്യത്തിനും അല്ലാഹു തആല അതിന് ഫലം നൽകുന്നത്, അവൻ ഖബൂൽ ചെയ്യുന്നത്, ആ കാര്യം ശരിയാകുന്നത്, സാധുവാകുന്നത് നിയ്യത്തനുസരിച്ചാണ്. ഈ ഹദീസാണല്ലോ സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ്. സുഹൃത്തുക്കളെ, കാരണം അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിയ്യത്ത് നന്നാകണം. വഅലിന്റെ സദസ്സിൽ വരുന്നവർ, വഅല് പറയുന്നവർ, വഅല് സംഘടിപ്പിക്കുന്നവർ, സ്ഥാപനമുണ്ടാക്കുന്നവർ, സ്ഥാപനം നിർമ്മിക്കുന്നവർ, സ്ഥാപനം നടത്തുന്നവർ, സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്നവർ, അങ്ങനെ തുടങ്ങിയിട്ട് എവിടെയും അല്ലാഹുവിന്റെ നോട്ടം ഖൽബിലേക്കാടുന്ന ബോധത്തോടുകൂടെ ജീവിക്കണം. എവിടെയും അതാ വഴിതെറ്റിക്കൂടാ. മാർഗവും നന്നാകണം, ലക്ഷ്യവും നന്നാകണം. നിങ്ങൾ